നമസ്കാരം. കഴിഞ്ഞ ഒരുപാട് കുറേ വീഡിയോകളായിട്ട് നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ മ്യൂച്വൽ ഫണ്ട്സ്, ഷെയർ മാർക്കറ്റ്, ഇന്ത്യൻ ഓഹരി വിപണി തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി വളരെ ആവേശത്തോടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ചെയ്യാമല്ലോ, ചാനൽ തുടങ്ങി ഒരു മാസമായിട്ടേ ഉള്ളൂ. പക്ഷേ അവസാനം ചെയ്ത 2 വീഡിയോസിലും വളരെ നല്ല റെസ്പോൺസ് കിട്ടി. എനിക്ക് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് 100 കണക്കിന് കോളുകൾ എനിക്ക് വരുന്നുണ്ട്. ചെയ്യാൻ ആഗ്രഹമുള്ളവർ, പിന്നെ ഇതുവരെ ഇത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് എവിടെ ചെയ്യണം എന്ന് അറിയത്തില്ലാത്തവർ, അങ്ങനെ ഒരുപാട് പേരെന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേർക്ക് ചില സംശയങ്ങൾ, അതായത് ഞാനിങ്ങനെ പറയുന്നു, അപ്പോൾ ഞാനിങ്ങനെ സർവീസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എല്ലാവർക്കും സംശയം. അപ്പോൾ ഞാൻ ആരാണെന്ന് അറിയത്തില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്, അപ്പോൾ എൻ്റെ സർവീസുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളെപ്പറ്റി ചെറിയൊരു ഇൻട്രോ ഞാൻ തരുവാണ്. അപ്പോൾ പേഴ്സണലായിട്ട് ഞാൻ പറയണത്, എൻ്റെ പേര് ജെയിംസ് എന്നാണ്. അപ്പോൾ ഞാനിവിടെ കണ്ണൂർ ജില്ലയിൽ കുളക്കാടാണ് എൻ്റെ സ്ഥലം. നിങ്ങൾക്ക് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, 2014 മുതൽ ഞാൻ ആദിത്യ ബിർള മ്യൂച്വൽ ഫണ്ട്സിൽ മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ആ ഒരു 5 വർഷത്തെ ഒരു അടിസ്ഥാനം കിട്ടിയതിന് ശേഷമാണ് ഞാൻ ജോലി റിസൈൻ ചെയ്തു. ഇപ്പോൾ ഞാൻ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ്, അതായത് കമ്പനിയുടെയൊക്കെ നെറ്റ് വെൽഡ് മെഷ് എന്ന് പറയും, അതിൻ്റെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് എനിക്ക് കണ്ണൂർ ജില്ലയിലെ കൊളക്കാട് എന്ന സ്ഥലത്തുണ്ട്. അപ്പോൾ അത് ഉഷാറായിട്ട് പോകുന്നുണ്ട്. എൻ്റെ ഭാര്യയുടെ സ്ഥാപനമാണ്. അപ്പോൾ എനിക്ക് 2 കുട്ടികളുള്ള കാര്യം അറിയാമല്ലോ. കുട്ടികളും ആ കാര്യങ്ങളുമായിട്ട് വൈഫ് ബിസി ആയതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണമായിട്ടും ഇതിലേക്ക് മാറി. അതുകൊണ്ടാണ് എനിക്ക് ജോലി രാജിവെച്ച് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. ഇപ്പോൾ അവളും പൂർണ്ണമായിട്ടും എൻ്റെ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഒപ്പം തന്നെ ഞാൻ മ്യൂച്വൽ ഫണ്ട് ആംഫി രജിസ്റ്റേർഡ് ഫിനാൻഷ്യൽ അഡ്വൈസറാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഒരുപാട് പേർക്ക്, എൻ്റെ നാട്ടിലുള്ളവരും എൻ്റെ ഫ്രണ്ട്സും കൂട്ടുകാർക്കൊക്കെ കുറേ പേർക്കൊക്കെ ഞാൻ എൻ്റെ സർവീസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് ഞാൻ അവർക്ക് മ്യൂച്വൽ ഫണ്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് വേണ്ട അഡ്വൈസ് കാര്യങ്ങൾ കൊടുത്ത്, അവരുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് കാര്യങ്ങൾ, ടാക്സ് പ്ലാനിങ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ചിലവരുടെ ഈവൻ ഫിനാൻഷ്യൽ ഡിസിഷൻസ് ഉണ്ടല്ലോ, ചില കാര്യങ്ങൾ, ഈവൻ റിയൽ എസ്റ്റേറ്റിലായിക്കോട്ടെ, ഗോൾഡിലായിക്കോട്ടെ, ലോൺസ് എടുക്കുന്നതായിക്കോട്ടെ, അത്തരം കാര്യങ്ങളിൽ എൻ്റെ അടുത്ത് പലരും അഡ്വൈസ് ചോദിച്ച് വരാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെതായ സജഷൻസ് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്നവരോട് ഞാൻ ബന്ധപ്പെടുത്തി കൊടുക്കും. അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ എല്ലാവിധ സർവീസും എന്നെ വിളിക്കുന്നവർക്ക് ഒരുപാട് പേർക്ക് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് അവർക്ക് KYC ചെയ്യാനും തുടങ്ങി എങ്ങനെ തുടങ്ങണം എന്ന് അറിയാത്തുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ഓൾറെഡി ചെയ്ത് സെറ്റായി അതിൻ്റെ കണ്ടിന്യൂ ചെയ്യുന്നവരാണ്. പക്ഷേ ഇത് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം അറിയാത്ത ഒരുപാട് പേർക്കുണ്ട്. അവർക്ക് ഒരു തുടക്കം മുതൽ അവസാനം വരെ പൂർണ്ണമായിട്ടുമുള്ള സർവീസ് ഞങ്ങൾ ചെയ്തു തരുന്നതാണ്. ഞങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ടീംസ് കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ്, പിന്നെ അതുപോലെ ടേം ഇൻഷുറൻസ്. ഇത്രയാണ് എൻ്റെ ഈ ഫിനാൻഷ്യൽ മേഖലയിലെ സർവീസ് പോയിന്റ്. ഒപ്പം തന്നെ മറ്റൊരു ബിസിനസ് എനിക്കുണ്ട്. അതായത് എൻ്റെ മമ്മി പാരമ്പര്യമായിട്ട്, ഞങ്ങളൊക്കെ മലബാറിലേക്ക് കുടിയേറി വന്നവരാണ്. എൻ്റെ കാരണവന്മാരുണ്ട്, പപ്പയുടെ അച്ഛനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് നാട്ടിലേക്ക് നമ്മൾ തിരുവിതാംകൂറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നവരാണ്. അപ്പോൾ അന്ന് മുതൽ ഈ കുടിയേറി വന്ന് കാട് വെട്ടിത്തെളിച്ച് വന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് മുതലും എൻ്റെ മമ്മിയുടെ അമ്മ ഇവിടെ ഒരു പൊള്ളലിന് ചികിത്സ ചെയ്യുന്നുണ്ടായിരുന്നു. പൊള്ളലിന്, അതായത് നമ്മുടെ ദേഹത്ത് വരുന്ന പൊള്ളലുകൾക്ക്, മുറിവുകൾക്കൊക്കെയുള്ള ചികിത്സ. അപ്പോൾ അത് പാരമ്പര്യമായിട്ട് ഇങ്ങനെ കൈമാറി വന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് അമ്മച്ചിമാർക്ക് ഇതിനെപ്പറ്റി അറിയാം. ഒരുപാട് നല്ല നല്ല ഓയിലുകൾ, നമ്മളുടെ എണ്ണകളൊക്കെ നമ്മളുടെ ഈ മലയോര മേഖലയിലുള്ള അമ്മച്ചിമാരുടെ കയ്യിലുണ്ട്. അപ്പോൾ എൻ്റെ മമ്മിക്കും ഇത് കൈമാറി കിട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജനിച്ച കാലം മുതൽ എന്തെങ്കിലും മുറിവോ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ അതായത് എടുത്ത് തൂത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഇടയ്ക്കാണ് ഞങ്ങൾക്ക് ഒരു തോന്നൽ വന്നത്, അതായത് ഇതും ഒരു പ്രൊഡക്റ്റ് ആണല്ലോ, അപ്പോൾ എന്തുകൊണ്ട് ഇതിനെ നമുക്ക് എന്തായാലും ഉപകാരപ്പെടുന്നൊരു കാര്യം എന്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിച്ചുകൂടാ എന്നുള്ളത്. അപ്പോൾ അത് ഈ ഒരു 3 മാസം മുന്നേ ഞങ്ങൾ തങ്കംസ് ബേൺ ഹീൽ ഓയിൽ എന്ന പേരിൽ ഞങ്ങൾ മാർക്കറ്റിലേക്ക് ഇറക്കി. അപ്പോൾ ഞങ്ങളിപ്പോൾ ആയുഷ് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അടുത്ത മാസം അതിൻ്റെ ആയുഷ് ലൈസൻസ് കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ ഒഫീഷ്യലി ഞങ്ങളത് പറയാത്തത്. ഇപ്പോൾ ഓൺലൈനായിട്ടും ആമസോണിലും ഞങ്ങൾക്ക് ഇത് സെയിൽസ് പോകുന്നുണ്ട്. അപ്പോൾ അതൊരു ബിസിനസ്സാണ്. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതുമായിട്ട് അനുബന്ധിച്ച് ഞങ്ങൾക്കൊരു ഫെൻസിങ് സർവീസ് ഉണ്ട്. അതായത് നമ്മളുടെ പറമ്പിന് ചുറ്റും വേലി കെട്ടിക്കൊടുക്കുന്ന മാർഷൽ ഫെൻസിങ് സർവീസ് എന്ന് പറഞ്ഞ് ഞങ്ങൾ കമ്പനിയുടെ ഒരു മാർഷൽ ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ ഞങ്ങൾ വേലി, അതായത് മുള്ളുകമ്പി വേലി, ചെയിൻ ലിങ്ക് തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾ ഫെൻസിങ് സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കൃഷി മേഖലകളിലൊക്കെ കാട്ടുപന്നികളുടെയും മൃഗങ്ങളുടെയൊക്കെ ഭയങ്കര വിളയാട്ടമാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയുള്ള സർവീസുകൾ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ് എൻ്റെ പൊതുവെ ഞാൻ എന്താണ് ചെയ്യുന്നത്, ഈ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഒരേ സമയത്ത് ഇത്രയും കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോവുകയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മെയിൻ ബിസിനസ് മാർഷൽ ഇൻഡസ്ട്രീസ് ആണ്. അതിൻ്റെ സൈഡായിട്ട് എൻ്റെ കിട്ടുന്ന കുറച്ച് സമയത്ത് ഞാൻ എൻ്റെ കുറച്ച് അറിവുകളാണ് ഞാൻ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് പകരുന്നത്.
അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പുറകിൽ ഡെഡിക്കേറ്റഡ് ടീംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും, ഫിനാൻഷ്യലി എന്ത് സഹായം വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എന്നെയും കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം, എന്ത് അറിയത്തില്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് കുറേ പേര് അതിന് തർക്കിക്കാൻ നിൽക്കുന്നുണ്ട്. അത് ഇപ്പം മ്യൂച്വൽ ഫണ്ട് അതിനേക്കാൾ നല്ലത് ഇൻഡെക്സ് ഫണ്ടല്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, അതല്ലെങ്കിൽ ഷെയർസിൽ ഡയറക്റ്റ് ഇട്ടൂടെ, ഇൻ്റർഡേ ചെയ്യുന്നതിനെ എന്തുകൊണ്ട് ഇതാക്കുന്നില്ല എന്നൊക്കെ രീതിയിൽ വളരെയധികം പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, എന്നെക്കാളും കൂടുതൽ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഞാനത് വിട്ടുകൊടുത്തു, അത് അവർ റെഡിയാണ്, ഞാൻ ആരും തിരുത്താൻ നിൽക്കുന്നില്ല. അപ്പം എനിക്കറിയാവുന്ന രീതിയിൽ ഒരു സാധാരണക്കാരൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അത് എൻ്റെ ഭാഗത്ത് പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, എനിക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ എന്നെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം നിങ്ങൾക്ക് പുതിയ ചെയ്യാൻ താല്പര്യമുണ്ടോ പറഞ്ഞോളൂ. ഇപ്പോൾ നിങ്ങളുടെ ഓൾറെഡി ഉള്ള പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് വേണോ, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാനത് ചെയ്തു തരാം. ഒപ്പം തന്നെ ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് സർവീസ് ചെയ്യും. അതായത് എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ എന്തിനാണ് ടേം ഇൻഷുറൻസ് എടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതെല്ലാമാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു.